ഇതുവരെ രാജൻ അറിയില്ല. രാജൻ ഇന്നുവരെ കണ്ടില്ല. അവൻ എവിടെയാണ് അവൻ്റെ വീടെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ഹൈസ്കൂൾ കതിരൂരാണ്. കതിരൂർ വടക്കംപേട്ട കതിരൂർ ഗുരുക്കൾ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആ കതിരൂർ. ഈ കോളേജ് ജീവിതത്തിന് ശേഷം രാജനെ കണ്ടിട്ടേ ഇല്ല. രാജൻ ഇന്നും എവിടെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ വീട് എവിടെയാന്ന് അന്നും എനിക്കറിയില്ല. അന്ന് കോളേജിലേക്ക് അവൻ വരുന്നു പോകുന്നു. അവൻ്റെ വീട് എവിടെയാന്ന് എനിക്കറിയില്ല. പിന്നീട് ഈ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചില്ലേ രാജനെ കുറിച്ച്? ഈ സുഹൃത്തുക്കൾക്കും അറിയില്ല. ഇല്ല. ആ സുഹൃത്തുക്കൾ ഏതോ വഴിക്ക് പോയി. അവരും ഇപ്പോൾ കാണാറില്ല ഞാൻ കുറേ കാലമായിട്ട്. ആർക്കും രാജനെ പറ്റി ഒന്നും അറിയില്ല. രാജൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ശ്രീചേട്ടൻ കാണുമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഉണ്ടോ അല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്. ശ്രീചേട്ടനില്ല ആഗ്രഹം? എനിക്ക് ആഗ്രഹം. ഇത് കണക്ട് ചെയ്താല് കഥ പറയുമ്പോഴേക്ക് വരുന്നു. ഇപ്പം ഇപ്പൊ പറയുന്നില്ലേ, ഇത് കണക്ട് ചെയ്യുമ്പോൾ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിലേക്ക് അത് വരുന്നുണ്ട്. കണക്ട് ചെയ്യണം. എനിക്കിപ്പോ നോക്കുമ്പോ അന്ന് കണ്ടു പിരിഞ്ഞ കൂട്ടുകാരനെ കാണാൻ മമ്മൂട്ടി വന്ന സിനിമ, നമ്മുടെ മേലുകാവലെടുത്ത സിനിമ അല്ലേ? അത് ഇതിപ്പോ പറഞ്ഞപ്പോ അങ്ങനെ ഒരു കണക്ട് പോലെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന്. അതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ലോ അല്ലേ? കഥ പറയുമ്പോഴുള്ള കഥ ശരിക്കും പിന്നെ അമേരിക്കയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് താമസിച്ച് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ ഈ ഒരു ആലോചന, എനിക്ക് ഇതിൻ്റെ കഥയൊന്നും അറിയില്ല. പക്ഷേ ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് പണ്ട് ആരോ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. അത് ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാൽ അവരുടെ സൗഹൃദം ഡെവലപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിച്ച് അപ്പം തന്നെ ഞാൻ കുറിപ്പുകൾ എഴുതി വെച്ചതാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ. അമേരിക്കയിൽ വെച്ച്. എനിക്ക് ശ്രീകൃഷ്ണൻ്റെ കുചേലൻ്റെ കഥയൊന്നും എനിക്കറിയില്ല ഫുള്ളായിട്ട്. പക്ഷേ എന്തൊക്കെ സൗഹൃദം തമ്മിലുണ്ടായിരുന്നു. ആ ബന്ധം ഓർത്തുകൊണ്ട് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് വിദൂരമായിട്ടൊരു കഥ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതല്ലാതെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. ബാക്കിയുള്ള സങ്കല്പമാണ്. പക്ഷെ ആ സിനിമ ഭയങ്കര സിനിമയായിരുന്നു. ഭയങ്കര ഹിറ്റ് അടിച്ച സിനിമ. അതിന്റെ ക്ലൈമാക്സ് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല അല്ലേ? ക്ലൈമാക്സ് ആണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് അല്ലേ? അത്ര ക്ലൈമാക്സ് ഉണ്ടാക്കാൻ ശ്രീചേട്ടൻ ആ ക്ലൈമാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി ആലോചിക്കേണ്ടതായി വരുമോ? തീർച്ചയായിട്ടും. ആലോചനയില്ലാതെ പിന്നെ ഒരു കാര്യം ഈസിയായിട്ട് നടക്കുന്ന വിഷയമേ ഇല്ല. ഇത് പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ മമ്മൂട്ടി ബാർബർ വാലിനെ പറ്റി സംസാരിക്കുന്നതാണ് അതിൻ്റെ അവസാനം. ആ സീൻ വിജയിച്ചില്ലെങ്കിൽ ഈ പടം പൊട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യമേ വിചാരിച്ചതാണ്. നമുക്ക് ഇതിനെപ്പറ്റി ആലോചിച്ച് ചില സങ്കല്പങ്ങൾ കണക്കൂട്ടലുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ സീന് പിന്നെ എൻ്റെ ആലോചന മാത്രമല്ല, ഞാൻ വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ, പിന്നെ ഇപ്പോൾ അതിൻ്റെ അകത്ത് വൈരപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിതയെ പറ്റിയിട്ട് മമ്മൂട്ടി സംസാരിക്കുന്നുണ്ട്. അത് KP അപ്പൻ്റെ ഒരു നിരൂപണ പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് വരികളാണ്. അത് അനൂപിനടുത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം, ഞാൻ അതൊന്ന് എടുത്തോട്ടെ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കണമെന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഉപയോഗിച്ച്. അങ്ങനെ ഓരോ വരികളും ഓരോ ഫിലോസഫി ഉണ്ട്. പല പുസ്തകങ്ങളിൽ നിന്നും നിരൂപണ പുസ്തകങ്ങളിൽ നിന്നും സാഹിത്യ നിരൂപണം, അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ള അനേകം പുസ്തകങ്ങളിൽ നിന്നൊക്കെയുള്ള ഓരോ വരികളും വാക്കുകളൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഹെൽപ്പ് എടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി.
ബാർബർ ബാലനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ഫലം കണ്ടെങ്കിൽ സിനിമ പരാജയപ്പെടുമായിരുന്നു, ഉറപ്പിച്ചിരുന്നു. അതെ, ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ അത് വിജയിക്കണം. അപ്പം ഞാനിങ്ങനെ ആ സീൻ മാത്രം എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം 2 വരി എഴുതും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ടേക്ക് അടുത്ത് 2 വരി എഴുതുന്നത്. അങ്ങനെ ഒരു 10-15 പേജിൽ ഈ സംഭവം പല കടലാസുകളിലായിട്ട് ഇങ്ങനെ കിടക്കുക. അത് ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം രാത്രി മുഴുവനായിട്ട് കമ്പൈൽ ചെയ്തു. എഴുതിയിട്ട് പിന്നെ ഒരു 5 പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ട് ഇങ്ങനെ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. ഈ എഴുതിയ പേപ്പറിൽ വെള്ളം വേണം. അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ സക്സസ് ആയി. അത് ഞാൻ തന്നെ കരഞ്ഞു പോയി. എല്ലാവരും കണ്ണു നിറഞ്ഞ സിനിമയാണല്ലോ. അതെ. അപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശിച്ച കാര്യം നടന്നു എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം ഷൂട്ടിംഗ് ദിവസം രാവിലെ ഈ എഴുതിയ പേപ്പറുമായിട്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ ചെല്ലുക. അവിടെ ഇന്നസെൻ്റ് ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്. മമ്മൂട്ടി ആദ്യം എൻ്റെ ഒരു കക്ഷത്തിന് ഇത് അടക്കി വെച്ച പേപ്പർ എടുത്തിട്ട് വായിച്ചു. മമ്മൂട്ടി കണ്ണ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ തലയാട്ടി. ഇന്നസെൻ്റ് വായിച്ചിട്ട് ഇന്നസെൻ്റ് കരഞ്ഞു. അപ്പോൾ 3-4 ദിവസം മുമ്പ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ ഞാൻ ആലുവയിൽ വെച്ച് കണ്ടു. ഗോകുൽദാസ് എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു ആർട്ട് ഡയറക്ടർ. പുള്ളി എന്നോട് പറഞ്ഞ് ആ ഷൂട്ടിങ്ങിന് മുമ്പ് അവിടെ ഈ സീനും കൊണ്ട് വന്നില്ലേ, അത് നമ്മളന്ന് വായിച്ചിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല മുഴുവൻ. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞിട്ട് നിർത്തേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം പുള്ളി അന്നത്തെ അനുഭവം എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആളുകൾ ഓർമ്മിക്കുന്നുണ്ട്. അത് പക്ഷേ അന്ന് ഷൂട്ടിംഗ് സമയത്തുള്ള ഓർമ്മകളാണ് പുള്ളിയുടെ. വർഷങ്ങൾക്ക് ശേഷം അത് വായിച്ച എല്ലാവരും കണ്ണ് നിറഞ്ഞ് മമ്മൂട്ടി കരയുന്നു, ഇന്നസെന്റ് കരയുന്നു, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീചേട്ടൻ കരയുന്നു. അപ്പൊ തന്നെ സക്സസ് ഉറപ്പിച്ചു നമ്മള്, അല്ലേ? അത് വല്ലാത്ത ക്ലൈമാക്സ് ആയിരുന്നു ശ്രീചേട്ടൻ. നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ തൊടുപുഴയിലാ, എൻ്റെ നാട്ടിലാണല്ലോ ഷൂട്ട് ചെയ്ത്, അവിടെയാണല്ലോ, മേലുകാവിലാണല്ലോ, ഈരാറ്റോട്ട മേലുകാവ്. അപ്പം മമ്മൂട്ടിയുടെ സംഭവം വെച്ചാൽ പുള്ളിക്ക് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വല്ലാത്ത വിഷമമായിരുന്നു. അവസാനം ഡബിങ് സമയത്താണ് ഒരുപാട് ഏങ്ങലടിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര, അല്ലെങ്കിൽ കുറച്ച് ഓവറായി പോകുന്ന പഠിച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് അവസാനം ഉപയോഗിച്ചത്. കുറേശ്ശെ മാത്രം കരച്ചൽ കൺട്രോൾ ചെയ്തു. പുള്ളിക്ക് അഭിനയിക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. കണ്ണീര് ഒഴുകിയിട്ട് വലിയ പാടായിരുന്നു കൺട്രോൾ ചെയ്യാൻ. മറ്റേത് ഡബ്ബിങ്ങിൻ്റെ സമയത്തും പാടുപെട്ടു, അല്ലേ? പാടുപെട്ടു, ഭയങ്കര കഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ അപൂർവമായ ഒരു സംഭവമാണ്.